നമസ്തേ, ഏവർക്കും ഗംഗോത്രി വേദിസിലേക്ക് സ്വാഗതം. ജൂലൈ 17-ാം തീയതി കർക്കിടകം ആരംഭിക്കുകയായി. രാമായണ മാസം. ഇനി എല്ലാ വീടുകളിലും ക്ഷേത്രങ്ങളിലും എല്ലാം രാമായണ പാരായണം നടക്കുന്ന സന്ദർഭങ്ങളാണ് അല്ലേ? എന്തോ ഒരു ഉത്സവം നടക്കുന്ന ഒരു പ്രതീതിയാണ് കർക്കിടകം ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ രാമായണ മാസം ആരംഭിക്കുമ്പോൾ. അപ്പോൾ ഇന്ന് നമുക്ക് രാമായണത്തിൻ്റെ വഴികളിൽ കൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കാം. രാമായണത്തിൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു, ആരാണ്, എങ്ങനെയാണ് ഇത് രചിക്കാനുണ്ടായ കാരണങ്ങൾ, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. മാനവരാശിയുടെ സർവ്വതോമുഖമായ ഉന്നമനത്തിനു വേണ്ടി അവതാര പുരുഷന്മാരുടെ ചരിത്രം കൃതികളിൽ അല്ലെങ്കിൽ കവിതകളിൽ രചിക്കപ്പെട്ട രണ്ട് ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് രാമായണവും മഹാഭാരതവും. എന്താണ് ഇതിഹാസം? ഇതി ഹ ആസ, അക്ഷരാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചത് എന്നുള്ള അർത്ഥങ്ങളാണ് അതിനകത്ത് വരുന്നത്. അതായത് ഇത് ചരിത്രമായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ധർമ്മത്തെ നിലനിർത്തുകയും അധർമ്മത്തെ ഇല്ലാതാക്കുകയും എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഇതിഹാസങ്ങളൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, നമുക്ക് രണ്ട് ഇതിഹാസ കൃതികളാണ് ഉള്ളത്. ഒന്ന് രാമായണവും മഹാഭാരതവും. ധർമ്മപുരുഷന്മാരുടെയും അവരുടെ ധർമ്മ പ്രവർത്തികളും അവരാൽ വധിക്കപ്പെട്ട അധർമ്മികളും അവരുടെ അധർമ്മ പ്രവർത്തികളുമൊക്കെയാണ് ഈ ഇതിഹാസ കൃതികളിൽ രചിക്കപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തെ ഇതിഹാസ ഗ്രന്ഥമാണ് രാമായണം എന്ന് പറയുന്നത്, കവിതാരൂപത്തിലുള്ള ആദ്യത്തെ കൃതി. മറ്റൊരു ഇതിഹാസ കൃതിയാണ് മഹാഭാഗവതം എന്നുള്ളത്. അത് രചിച്ചത് വേദവ്യാസ മഹർഷിയാണ്. വാൽമീകി രാമായണം രചിക്കാനുണ്ടായ കാരണത്തിന് പിന്നിൽ നല്ല ഒരു കഥയുണ്ടായിരുന്നു. രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളനാണ് വാൽമീകിയായി അറിയപ്പെട്ടത്. കാരണം അദ്ദേഹം രാമമന്ത്രത്തിൻ്റെ സിദ്ധി നേടി അദ്ദേഹം വാൽമീകിയായി. ഒരു ദിവസം ധ്യാനനിരതനായിരുന്ന വാൽമീകിയുടെ മുമ്പിൽ ഭൂലോക സഞ്ചാരിയായ നാരദൻ പ്രത്യക്ഷപ്പെട്ടു. നാരദനിൽ നിന്ന് ധാരാളം ജ്ഞാനങ്ങൾ ഗ്രഹിച്ച വാൽമീകി ഒരു ചോദ്യം ചോദിച്ചു. ലോകത്ത് ധർമ്മിഷ്ഠനും കൃതജ്ഞനും നീതിമാനുമായ സർവോപരി ഉത്തമ പുരുഷോത്തമനായ ആരെങ്കിലും ഈ ഭൂലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഈ ചോദ്യത്തിന് നാരദർ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ. ഇക്ഷ്വാകു വംശത്തിൽ കോസല രാജാവായ ദശരഥന്റെ പുത്രൻ ശ്രീരാമചന്ദ്രൻ എന്നായിരുന്നു. അതിനുശേഷം നാരദനിൽ നിന്ന് വാൽമീകി ധാരാളം കഥകൾ ശ്രീരാമചന്ദ്രനെ കുറിച്ച് അറിഞ്ഞു. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ കിടന്ന് ശ്രീരാമചന്ദ്രനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ. സാധ്യായവും ഗുരുത്വവും കവിത്വവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ആത്മചേതനയെ തൊട്ടുണർത്തുന്ന ഒരു സംഭവം കൂടി ഉണ്ടായപ്പോഴാണ് അദ്ദേഹത്തിന് കവിതകൾ ആവിഷ്കരിക്കാനുണ്ടായ സന്ദർഭങ്ങളുണ്ടായത്. അതിന് പിന്നിലൊരു കഥയുണ്ടായിരുന്നു. എന്തെന്നല്ലേ? ഒരു ദിവസം പതിവ് പോലെ തന്നെ സന്ധ്യാവന്ദനത്തിനായി നദിയിലേക്ക് സ്നാനത്തിനായി പോയ വാൽമീകി മഹർഷി ദാരുണമായ ഒരു കാഴ്ച കണ്ടു. പ്രണയബദ്ധരായിരുന്ന രണ്ട് ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പെയ്ത് താഴെ വീഴ്ത്തി. അമ്പേറ്റു പിടയുന്ന കിളിയും ഇത് കണ്ട് ഇണക്കിളിയുടെ മർമ്മഭേദകമായ രോദനവും മാമുനിയുടെ മനസ്സിൽ വല്ലാണ്ട് വേദനയുണ്ടാക്കി. ഈ പ്രവൃത്തി ചെയ്ത കാട്ടാളനെ ശപിക്കുന്ന ചില വാക്കുകളാണ് മുനിയിൽ നിന്ന് ആ സമയമുണ്ടായ ആദ്യത്തെ കവിത എന്ന് പറയുന്നത്. കവിത ഇങ്ങനെയാണ്: മാനിഷാദം പ്രതിഷ്ഠാം ത്വം അഗമശാശ്വതീ സമാ യത്ക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതം. അനുഷ്ടുപ് ഛന്ദസ്സിലെ ആദ്യത്തെ ശ്ലോകമാണ് ഇത്. 4 വരികളിൽ 8 അക്ഷരങ്ങൾ അടങ്ങിയതാണ് ഈ ശ്ലോകം. ഇതാണ് ലോകത്തിൽ ആദ്യമായി ഉണ്ടായ ശ്ലോകം അല്ലെങ്കിൽ കവിത എന്ന് പറയുന്നത്. ഇത് മാമുനി പോലും അറിയാതെ മാമുനിയിൽ നിന്ന് അനർഗളം നിർഗളം പ്രവഹിച്ച ഒരു കവിതയാണ്. ഇതിൻ്റെ സാമാന്യ അർത്ഥം എന്ന് പറയുന്നത്, ക്രൗഞ്ച മിഥുനങ്ങളിൽ കാമമോഹിതമായിരുന്ന ആൺകിളിയെ അമ്പെയ്തു കൊന്ന കാട്ടാളന്
നിനക്ക് നിലനിൽപ്പില്ലാതിരിക്കട്ടെ എന്നുള്ളതാണ് ഈ കവിതയുടെ അർത്ഥം എന്ന് പറയുന്നത്. വാൽമീകി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അത്ഭുത സ്തബ്ധനായി. കാരണം എന്നിൽ നിന്നാണോ ഈ കവിത വന്നത്? ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഒരു കവിത എഴുതുവോ പറയുവോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഉത്തരം കിട്ടാതെ അദ്ദേഹം അന്താളിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ബ്രഹ്മദേവൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം വാൽമീകി മഹർഷിയുടെ ഈ ഒരു അന്താളിപ്പും ഒക്കെ കണ്ടിട്ട് ബ്രഹ്മദേവൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഇതെല്ലാം എൻ്റെ ഇച്ഛപ്രകാരം തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. ശ്രീനാരദനിൽ നിന്ന് നീ ഗ്രഹിച്ച ശ്രീരാമചരിതങ്ങൾ നീ കവിതാരൂപത്തിൽ നീ രചിക്കുക, അതിനായി എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നിനക്കുണ്ടാകും എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് വാൽമീകി മഹർഷിയെ അനുഗ്രഹിച്ചിട്ട് പോകുന്നു. ഇനി ഈ ശ്ലോകത്തെ ഒന്നുകൂടെ വിശദമായി ഗ്രഹിക്കുമ്പോഴാണ് അതിനുള്ളിലെ രാമായണ തത്വം നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. മാ എന്നാൽ മഹാലക്ഷ്മി, നിഷാദൻ എന്നാൽ സ്ഥിതി ചെയ്യുന്നവൻ, വസിക്കുന്നവൻ അല്ലെങ്കിൽ ഇരിപ്പിടമായിട്ടുള്ളവൻ എന്നർത്ഥം. അതായത് ലക്ഷ്മി വല്ലഭൻ, ലക്ഷ്മി വല്ലഭനായ വിഷ്ണു. അപ്പോൾ വിഷ്ണു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശ്രീരാമചന്ദ്രൻ വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് അല്ലേ? അപ്പം മാ നിഷാദ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായിട്ടുള്ളവൻ എന്നർത്ഥം. മാ നിഷാദ ത്വം ശാശ്വതീ സമ, ലക്ഷ്മി വല്ലഭനായ അങ്ങ് ശാശ്വതനായി ഭവിക്കട്ടെ. പ്രതിഷ്ഠ അഗമ, ശാശ്വതമായ പ്രതിഷ്ഠയെ പ്രാപിക്കട്ടെ. എങ്ങനെ? ക്രൗഞ്ചമിഥുനാത് കാമമോഹിതം ഏകം അവധി, ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നായ ആൺപക്ഷിയെ വധിക്കയാൽ അങ്ങ് ശാശ്വതനായി ഭവിക്കട്ടെ. ഇവിടെ ക്രൗഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിയായും രാക്ഷസനായും അർത്ഥമുണ്ട്. ക്രൗഞ്ചമിഥുനാത് അതായത് രാവണ ദമ്പതികൾ. രാവണ ദമ്പതികൾ എന്ന് പറയുമ്പോൾ ഇവിടെ രാവണനെയും മണ്ഡോദരിയുമാണ്. ഇവിടെ മിഥുനങ്ങളായ രാവണ മണ്ഡോദരിയിൽ ആണായ രാവണനെ കൊന്ന അങ്ങ്, ആ രാക്ഷസനെ കൊന്ന അങ്ങ് ശാശ്വതനായി ഭവിക്കട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ ശാപമായിട്ടല്ല പറയുന്നത്, ഇവിടെ അനുഗ്രഹമായിട്ടാണ് പറയുന്നത്. ഇതിൽ തന്നെ പല അർത്ഥങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. സംസ്കൃതത്തിൽ അതേ അർത്ഥം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യാൻ വളരെ പ്രയാസമാണ്. ഒരു വാക്കിന് തന്നെ പല അർത്ഥം, സന്ധിയും സമാസവും വ്യാകരണവും ഒക്കെ വരുമ്പോൾ മറ്റൊരർത്ഥം. ഇതാണ് ദേവഭാഷയായ സംസ്കൃതത്തിൻ്റെ പ്രത്യേകത തന്നെ. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പല കൃതികളും പലരും തർജ്ജിമ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പല അർത്ഥങ്ങൾ കാണുന്നു എന്നുള്ളത്. കാരണം തർജ്ജിമ ചെയ്യുന്ന ആളിന് എന്താണോ മനസ്സിലാക്കിയത് ആ ഭാഷയിൽ നിന്ന് അല്ലെങ്കിൽ ആ സംസ്കൃതത്തിൽ നിന്ന് അദ്ദേഹത്തിന് എന്താണോ മനസ്സിലായത് അതായിരിക്കും അദ്ദേഹം തർജ്ജിമ ചെയ്തിട്ടുണ്ടാകുക. ഇത് വേറൊരാൾ തർജ്ജിമ ചെയ്യുമ്പം അയാളുടെ ഭാവനയിലായിരിക്കും. അപ്പം ഈ തർജ്ജിമയിൽ തന്നെ പലപ്പോഴും കോൺട്രഡിക്ടറി വന്നിട്ടുള്ളതായിട്ട് നമുക്കറിയാവുന്നതാണ്. അപ്പം തിരികെ നമുക്ക് രാമായണത്തിലേക്ക് വരാം. അങ്ങനെ ബ്രഹ്മദേവന്റെ അനുഗ്രഹം കൊണ്ട് കവിത്വം നിറഞ്ഞ മാമുനിയിൽ നിന്ന് കവിതകൾ ഇങ്ങനെ അനർഗളം നിർഗളം പ്രവഹിക്കുവാൻ തുടങ്ങി. അങ്ങനെ ആദർശ പുരുഷനും ധർമ്മിഷ്ഠനുമായ ശ്രീരാമചന്ദ്രന്റെ കഥകൾ മാലോകർക്ക് സർവമംഗളത്തിനായി നിത്യപാരായണത്തിനായി വാൽമീകിയാൽ രചിക്കപ്പെട്ടു. രാമായണത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയോ? എത്ര തവണ വായിച്ചാലും പുതിയ പുതിയ അറിവുകൾ തരുന്ന ഒരു അത്ഭുത കൃതിയാണ് രാമായണം. നമുക്ക് എത്ര വായിച്ചാലും ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ? എത്രയോ വർഷങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും, ഞാനൊക്കെ എൻ്റെ ചെറുപ്പം മുതൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ നമുക്കൊരു രാമായണം വായിക്കുന്നുണ്ട് ഒരു മടുപ്പ് തോന്നിയിട്ടില്ല. പക്ഷേ വായിക്കുമ്പോഴെല്ലാം നമ്മൾ പുതിയ പുസ്തകം വായിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് രാമായണത്തിൽ നിന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഈ വർഷവും നമുക്കെല്ലാവർക്കും രാമായണ മാസം ആചരിക്കാം. എല്ലാവരും രാമായണം വായിക്കണം. ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ഹനുമാന്റെയും ഒക്കെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും രാമായണത്തിൻ്റെ മറ്റൊരു ഉൾക്കാഴ്ചയുമായി തിരികെ എത്താം. ഹരേ കൃഷ്ണ.